ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് ലിൻസീസ് ലിങ്കിൽ നിങ്ങൾക്കായിട്ട് വളരെ ഇമ്പോർട്ടൻസ് ആയ കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഗാർഡനിലെ എല്ലാ ചെടികൾക്കും വരുന്ന അസുഖങ്ങളാണ് ഇലകൾ ചെറുതായിട്ട് ഇങ്ങനെ ചുരുൾച്ച വരിക, അതുപോലെ തന്നെ ഇലകളൊക്കെ മഞ്ഞളിച്ച് പോവുക, പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഇങ്ങനെ വെള്ളീച്ചയുടെ ശല്യം, അതുപോലെ പൂപ്പൽ, ഇതൊക്കെ വരുന്നതൊരു സാധാരണമായിട്ട് വരുന്ന പ്രോബ്ലംസാണ് ഇതൊക്കെ. അന്നേരം ഇതിനൊക്കെയുള്ള ഒരു നല്ലൊരു റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ വിത്ത് ഇട്ട് പെട്ടെന്ന് മുളയ്ക്കാനുള്ളൊരു സൂത്രവും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിൻസീസ് ലിങ്ക് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇത് കണ്ടില്ലേ, മുളകൊക്കെ എല്ലാവരും സാധാരണമാണ്. ഇത് ക്യാപ്സിക്കമാണ്. എല്ലാ ടൈപ്പ് മുളകുകളും നമ്മൾ പാകി കിളിപ്പിച്ച് വന്നു കഴിയുമ്പോൾ ഇലകൾ കണ്ടില്ലേ, അത് ഒന്ന് കിഴുത്ത വീഴുക, ഇതേപോലെ ഹോൾസ് വരിക, മുരടിച്ചു പോവുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പൂപ്പലൊക്കെ അതിനൊക്കെ അതുപോലെ ഇതേപോലെയുള്ള വെള്ളീച്ചയ്ക്കെല്ലാം പറ്റിയ ഒരു മരുന്നാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയായിരിക്കും, അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. അന്നേരം ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഹോസ്പിറ്റൽസുകളിലും ഒക്കെ ക്ലിനിക്കുകളിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റിസെപ്റ്റിക്കാണ്. അതുപോലെ തന്നെ ആൻറ്റിസെപ്റ്റിക്ക് മാത്രമല്ല, ഇതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ബ്ലീച്ചിങ് ഏജൻറ്റാണ്. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള, നമ്മൾ വൂണ്ട് ഡ്രസ്സ് ചെയ്യാനൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഓക്സിഡൈസറാണ്. H2O2 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് ഇത് നമ്മൾ ചെടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും 1 ലിറ്റർ വെള്ളത്തിൽ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ മതിയായിരിക്കും നമുക്ക് ചെടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡോസേജാണ് ഞാൻ പറഞ്ഞത്. 1 ലിറ്റർ വെള്ളത്തിന് 1 ടേബിൾ സ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇത് വാങ്ങുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 6% വാങ്ങുകയാണെങ്കിൽ നമ്മളതിൻ്റെ ഡോസേജ് ഒന്ന് കുറയ്ക്കുക. സാധാരണയായിട്ട് നമ്മൾ ചെടികൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ 3% ഹൈഡ്രജൻ പെറോക്സൈഡ് നോക്കി വാങ്ങുക. ഇതുപോലെയുള്ള വിത്തുകൾ, അതായത് മുളയ്ക്കാൻ ഇച്ചിരി പാടായിട്ടുള്ളത്, പുറം കട്ടിയുള്ളത്, പാവൽ, അതുപോലെ തന്നെ പടവലം, ഇതിൻ്റെയൊക്കെ വിത്ത് മുളയ്ക്കാൻ ഭയങ്കര താമസമാണ്. അതുപോലെ നിങ്ങൾക്ക് ഏതിൻ്റെ വിത്താണോ പെട്ടെന്ന് മുളച്ച് കിട്ടേണ്ടത് അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇടുക. നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അതായത് 1 ലിറ്ററിന് 1 ടേബിൾ സ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡ് കലക്കിയത് അതിലേക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഇതുപോലെ മുക്കി വെക്കുക. ഒരുപാട് നേരം വെക്കേണ്ട കാര്യമില്ല, അരമണിക്കൂർ നേരം. ഞാനിവിടെ ബുഷ് ബീൻസിൻ്റെയും ഇതേപോലെ ഇടാൻ പോവുകയാണ്, മുക്കി വെക്കാൻ പോവുകയാണ്. കുറ്റിപ്പയർ, പടവലം, ഏതിൻ്റെയൊക്കെ വിത്ത് നമുക്ക് പെട്ടെന്ന് മുളപ്പിക്കണോ അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കലക്കി വെച്ച ആ സൊല്യൂഷൻ ഒഴിച്ചു വെക്കുക. ഇങ്ങനെ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിത് കൊണ്ടുപോയി, അതിനുശേഷം നിങ്ങൾക്ക് ഒരു തുണിയിൽ വേണമെങ്കിൽ അത് മുക്കി മടക്കി വെച്ചേക്കാം. അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് മുളയ്ക്കാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. അന്നേരം അല്ലെങ്കിൽ നിങ്ങൾക്ക് 24 hours വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഇതുപോലെ അല്ലെങ്കിൽ അരമണിക്കൂർ ഇട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം അത് എവിടെയെങ്കിലും നമ്മൾ ഒരുപാട് സൂര്യപ്രകാശം കിട്ടാതെ ഒരു തണലുള്ള സ്ഥലത്ത് വെക്കാം. പെട്ടെന്ന് മുളച്ച് കിട്ടുന്നതായിരിക്കും ഇത്. അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് നേരിട്ട് കൊണ്ടുപോയി ഗ്രോ ബാഗിൽ കുഴിച്ച് വെക്കാം, അല്ലെങ്കിൽ സീഡ് ട്രേയിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. അല്ലെങ്കിൽ തുണിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂടി വെച്ചതിന് ശേഷം മുള വന്നതിന് ശേഷം കൊണ്ടുപോയി നട്ടുവെച്ചാലും മതിയാകും. ഓക്കെ, ഇങ്ങനെ വെക്കുന്നത് വളരെ എഫക്റ്റീവാണ്, പെട്ടെന്ന് മുള വരുന്നത് സഹായിക്കും. അപ്പോൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓക്സിഡൈസറാണ്, ബ്ലീച്ചിങ് ഏജൻറ്റാണ്, ആൻറ്റിസെപ്റ്റിക്കാണ്. അതുപോലെ നമ്മുടെ ചെടികൾക്കൊക്കെ വരുന്ന ഫംഗൽ, പൂപ്പൽ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ഇതിനൊക്കെ നല്ലൊരു റെമഡിയാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ്. അത് നിങ്ങൾ സ്പ്രേ ചെയ്യുമ്പോൾ 1 ലിറ്ററിന് 1 ടേബിൾ സ്പൂൺ എന്ന അളവിൽ എടുക്കാം. ഡോസേജ് ഒരിക്കലും കൂട്ടരുത്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ചെടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അന്നേരം സ്പ്രേ ചെയ്യുമ്പോൾ ഈ ഒരളവിൽ മാത്രമേ എടുക്കാവൂ എല്ലാ ചെടികൾക്കും. അത് തക്കാളിക്ക്, പയറിന്, വെണ്ടയ്ക്ക്, എല്ലാത്തിനും, കോളിഫ്ലവറിന്, ക്യാബേജിന്, എല്ലാത്തിനും നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ
പച്ചമുളകിനും എല്ലാം ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ അളവ് ഒട്ടും കൂടിപ്പോകല്. പിന്നെ റോസ ചെടികൾക്ക് എല്ലാവർക്കും പറയുന്ന ഒരു അതിൻ്റെ ഇല ചുരുണ്ടു പോവുക, മുരടിച്ചു പോവുക, അതിനൊക്കെ ഒരു നല്ല റെമഡിയാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്നും ഇത് സ്പ്രേ ചെയ്യാൻ പാടില്ല. ഒരു 3 മാസത്തിൽ ഒരിക്കലോ വല്ലതുമേ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരുപാട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ സ്പ്രേ ചെയ്യുകയും അതുപോലെ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഒരുപാട് പച്ചമുളകൊക്കെ ഉണ്ടാകും ഇങ്ങനെ ചെയ്ത്. ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, 1 ലിറ്ററിന് ഒരു 2 ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചതിന് ശേഷം മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ കാണിച്ചല്ലോ, നമ്മുടെ ചെടികൾക്ക്, വീട്ടിലുള്ള ചെടികൾക്കും എല്ലാം ഒഴിച്ചു കൊടുക്കാം. മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നത് മൂലം നമ്മുടെ ചെടികളുടെ വേരുകൾ നല്ലപോലെ ശക്തിപ്പെടുകയും അതിൻ്റെ വേരിൽ നിന്ന് കൂടുതൽ ന്യൂട്രിയൻസിനെ അതിന് വലിച്ചെടുക്കാനും സഹായിക്കും. അതുമാത്രമല്ല, ചീത്ത ബാക്ടീരിയകളെയൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ട് നല്ല ബാക്ടീരിയകൾ വളർന്നു വരാനും ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനൊക്കെ ഉള്ളൊരു അസുഖമായിരുന്നു ഇല ചുരുണ്ടുപോയി മഞ്ഞളിച്ച് പോവുക ഒക്കെ. ഇതിനൊക്കെ അത് ധാരാളം ഞാൻ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം ഇത് മാറി നല്ലതുപോലെ പൂത്ത് നല്ല ഹെൽത്തി ആയിട്ട് വരും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ വീട്ടിൽ ഇന്ന് വന്ന ഒരു അതിഥിയാണ്. അതിന് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബേർഡാണിത്. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നിങ്ങൾക്ക് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം, പിന്നെ നമ്മുടെ വിത്തുകൾ മുളപ്പിക്കാനും ഉപയോഗിക്കാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേര് ചീഞ്ഞു പോകുന്നതിനും ഒക്കെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരുപാട് നല്ലതാണ്. ഈസ്റ്റ് ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഒത്തിരി നല്ല. വെള്ളീച്ചയ്ക്കും നല്ല പോലെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മെയിനായിട്ട് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിനകത്ത് ഓക്സിജൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ, ഹൈഡ്രജൻ്റെയും ഓക്സിജനും H2O2 ആണ്. അന്നേരം അതിനകത്ത് ധാരാളം ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും നല്ലൊരു, ചെടികൾക്ക് പെട്ടെന്നൊരു ഗ്രോത്ത്, ഒരു ബൂസ്റ്റ് കിട്ടാൻ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് സഹായിക്കും. പിന്നെ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 3% വാങ്ങുക. 6% ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൂടെ കൂട്ടി നിങ്ങൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നതിൻ്റെ അളവ് ഇച്ചിരി കുറയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.